കഴിഞ്ഞ 5-6 മാസമായി നാം കാത്തിരുന്ന സൗദിയിലെ പ്രത്യേകിച്ച് ബിസിനസ്സുകാർ കാത്തിരുന്ന ആ നിയമം പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. ഏറെ സന്തോഷകരമായ ആ ഒരു വാർത്തയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. സൗദിയിലെ നിക്ഷേപ നിയമത്തിൽ വലിയ മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. സൗദി നിക്ഷേപ മന്ത്രാലയം നേരത്തെ പ്രഖ്യാപിച്ച ആ മാറ്റങ്ങൾ ഘട്ടം ഘട്ടമായാണ് സൗദിയിൽ വന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. അതിൻ്റെ ആദ്യഘട്ടം 2025 ഫെബ്രുവരി ആദ്യത്തിൽ തന്നെ പ്രാബല്യത്തിൽ വന്നു. കൂടുതൽ ഓഫീസുകൾ കയറിയിറങ്ങാതെ, കൂടുതൽ നൂലാമാലകളില്ലാതെ കുറഞ്ഞ ചെലവിൽ ഓൺലൈനായിട്ട് അനായാസം ഒരു ബിസിനസ് തുടങ്ങാൻ സൗദിയിൽ ഇപ്പോൾ സാധിക്കുകയാണ്. ഇതേക്കുറിച്ച് വിശദമായിട്ട് പറയാൻ എന്നോടൊപ്പം ഉള്ളത് ബിസപ്പ് അറേബ്യയുടെ പ്രിയപ്പെട്ട അതിൻ്റെ CEO പ്രിയപ്പെട്ട മുഹമ്മദ് സുഹൈലാണ്. സുഹൈൽ, ഒന്ന് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം, എന്താണ് പുതിയ നിയമം, എത്രമാത്രം സുതാര്യമാണ് പുതിയ നടപടിക്രമങ്ങൾ? സൗദിയിൽ വിദേശ ഇൻവെസ്റ്റേഴ്സ് കഴിഞ്ഞ 5-6 മാസമായിട്ട് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ പുതിയൊരു അപ്ഡേറ്റിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഗവൺമെൻറ് വലിയ നിക്ഷേപകർക്ക് അനുകൂലമാകുന്ന നിയമങ്ങൾ വരുമെന്ന് മുൻകൂട്ടി അറിയിച്ചിരുന്നു. അതുപോലെ ഒരു നിയമം, ഒരുപാട് മാറ്റങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയോട് കൂടിയിട്ട് പുതിയ നിയമം അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരം മുമ്പ് സൗദിയിൽ ബിസിനസ് ചെയ്യുമ്പോൾ ട്രേഡിംഗ് ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ സർവീസ് ഇൻവെസ്റ്റേഴ്സ്, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഇൻവെസ്റ്റേഴ്സ് തുടങ്ങിയിട്ട് വ്യത്യസ്ത മേഖലകളിലുള്ള ഇൻവെസ്റ്റേഴ്സായിട്ടായിരുന്നു ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ലൈസൻസ് നേടിയിരുന്നത്. എന്നാൽ അതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതായത് ട്രേഡിംഗ് ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക്, ഉദാഹരണത്തിന് ഹോൾസെയിൽ റീറ്റെയിൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ച് മലയാളികൾക്കൊക്കെ ധാരാളം അവർക്ക് സ്വാഭാവികമായിട്ടും അവർക്ക് റെസ്റ്റോറൻറ്റ് മേഖലകളിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവും. പക്ഷേ ആ ബിസിനസ് സ്വന്തം പേരിലേക്ക് ആക്കാൻ വീണ്ടും മറ്റൊരു ലൈസൻസ് എടുക്കേണ്ടുന്ന ഒരു സാഹചര്യം സൗദിയിൽ നിലനിന്നിരുന്നു. അത് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസം ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. പ്രത്യേകിച്ച് UAE, മറ്റേ ഖത്തർ പോലുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്ന ആളുകൾക്ക് അവരൊക്കെ ട്രേഡിംഗ് ആൻഡ് കോൺട്രാക്റ്റിംഗ് ലൈസൻസ് എന്ന് പറഞ്ഞിട്ടാണ് വരിക. അപ്പോൾ നമുക്ക് അവരോട്, അയ്യോ സാൗദിയിൽ അത്തരത്തിലുള്ളൊരു സാഹചര്യം ഇല്ല, ഒന്നുകിൽ നിങ്ങൾ ട്രേഡിംഗ് ലൈസൻസ് എടുക്കണം, അല്ലെങ്കിൽ കോൺട്രാക്റ്റിംഗ് സർവീസ് ലൈസൻസ് എടുക്കണം, അല്ലെങ്കിൽ 2 ലൈസൻസ് ഒരുമിച്ച് എടുക്കണം എന്ന് പറയേണ്ടുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടായിരുന്നു. പക്ഷേ അതിനൊക്കെ ഒരു പരിഹാരം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. സൗദിയിൽ സർവീസ് ഇൻവെസ്റ്റ്മെൻറ്റ് ലൈസൻസ്, ട്രേഡിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് ലൈസൻസ് പോലുള്ള വ്യത്യസ്ത ലൈസൻസുകൾ സ്റ്റോപ്പാക്കിയിരിക്കുകയാണ്. ഇനി മുതൽ ഇൻവെസ്റ്റേഴ്സ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്ന പേരിൽ ഓരോ ഇൻവെസ്റ്റേഴ്സിനും ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റാണ് മിനിസ്ട്രി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് നൽകാൻ പോകുന്നത്. അപ്പോൾ ആ ഒറ്റ ലൈസൻസിൽ തന്നെ എല്ലാ ബിസിനസ്സുകളും ഇനി സൗദിയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. ട്രേഡിംഗ് ആക്ടിവിറ്റീസ് ആയാലും, സർവീസ് ആക്ടിവിറ്റീസ് ആയാലും, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് ആയാലും ഒക്കെ നമുക്ക് ഒറ്റ ലൈസൻസിൽ തന്നെ ഒരു ഇൻവെസ്റ്റേഴ്സ് രജിസ്ട്രേഷൻ, ഒറ്റ രജിസ്ട്രേഷനിൽ വിദേശികൾക്ക് ഏത് ബിസിനസ്സും ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിൽ വന്നിരിക്കുകയാണ്. ഇത് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഏത് രീതിയിലാണ് ഗുണം ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 ലൈസൻസ് എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ചില ആളുകൾ ഒരു ബിസിനസ് മാത്രം സ്വന്തം പേരിലും മറ്റൊരു ബിസിനസ് മറ്റൊരു കഫീലിൻ്റെ പേരിലും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ബിനാമിയായിട്ട് തന്നെ, അതായത് പകുതി നിയമപരമായിട്ടും പകുതി ഇല്ലീഗലായിട്ടൊക്കെ ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഒരേ ബിസിനസ് ചെയ്യുന്ന ആളുകൾ തന്നെ, ഒരേ ബിസിനസ്മാൻ തന്നെ അല്ലെങ്കിൽ ഒരേ സ്ഥാപനം തന്നെ 2 ലൈസൻസിന് വർഷത്തിൽ 62,000 റിയാൽ വീതം 1,24,000 റിയാൽ അടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് വളരെ പ്രയോജനകരമായിട്ടുള്ള ഒരു നിയമമാണ്. പിന്നെ ഇനി വരുന്ന ഇൻവെസ്റ്റേഴ്സിനും, ഇപ്പോൾ സർവീസ് ലൈസൻസ് എടുത്ത ആളുകൾക്ക് പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ പ്രവർത്തിക്കുമ്പോൾ മറ്റൊരു ലൈസൻസിന് തേടി പോകാതെ അവർക്ക് ഒറ്റ രജിസ്ട്രേഷനിൽ തന്നെ ഒരു ഇൻവെസ്റ്റർ എന്ന ഒരു കാറ്റഗറിയിൽ ഒറ്റ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നേടുന്നതോട് കൂടിയിട്ട് ഏത് ബിസിനസ്സും നേടാം, ഏത് ബിസിനസ്സും ചെയ്യാം എന്നുള്ള ഒരു സാഹചര്യം. അതിനാണെങ്കിൽ സെപ്പറേറ്റ് ഫീസുകളൊന്നുമില്ല. ഒറ്റ ഫീസിൽ തന്നെ നമുക്ക് ഫസ്റ്റത്തെ വർഷം ഒരു 12,000 റിയാൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ലൈസൻസ് നേടാൻ സാധിക്കും. മറ്റ് ചിലവുകൾ സ്വാഭാവികമായിട്ടും ചെറിയ ചിലവുകളൊക്കെ ഉണ്ടാവും. പക്ഷേ ഫസ്റ്റത്തെ വർഷം മിനിസ്ട്രി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് നൽകുന്ന രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിന് നിലവിൽ 12,000 റിയാലാണ്. രണ്ടാമത്തെ വർഷം, അതായത് ഒരു വർഷം പൂർത്തിയായതിന് ശേഷം അത് പുതുക്കുന്ന സമയത്ത് എല്ലാ വർഷവും മുമ്പുള്ള അതേ ഫീസ് തന്നെ 62,000 റിയാൽ ഫീസ് നൽകണം. കഴിഞ്ഞ കുറച്ച് മാസമായിട്ട് ആളുകൾ ഫീസ് കുറക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഇൻവെസ്റ്റർ ആവാതെ കാത്തിരിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ വിദേശ കമ്പനികൾ ഇല്ലാതെ സ്വന്തം പേരിൽ തന്നെ, നമ്മൾ UAE പോലുള്ള രാജ്യങ്ങളിലൊക്കെ സ്വന്തം പേരിൽ രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റുന്നൊരു സാഹചര്യമുണ്ട്. പക്ഷേ അത്തരത്തിലുള്ളൊരു സാഹചര്യം സൗദിയിലേക്ക് വരുമെന്നുള്ള പ്രതീക്ഷയിൽ ആളുകൾ കഴിഞ്ഞ 5-6 മാസമായിട്ട് കുറേ ആളുകൾ കമ്പനി തുടങ്ങാതെ കാത്തിരിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരക്കാർക്കുള്ളൊരു മറുപടിയാണ് ഈ ഒരു വീഡിയോ. അങ്ങനെ ഒരു പുതിയ അപ്ഡേറ്റ് നിലവിൽ വന്നിട്ടില്ല. ഇപ്പോഴത്തെ അപ്ഡേറ്റിൽ ഒറ്റ രജിസ്ട്രേഷൻ എന്നുള്ള അപ്ഡേറ്റ് മാത്രമേ വന്നിട്ടുള്ളൂ. സൗദിയിൽ ഇനിയും കമ്പനി സ്ഥാപിക്കണമെങ്കിൽ, വിദേശികൾക്ക് ബിസിനസ് ആരംഭിക്കണമെങ്കിൽ അവർ വിദേശ രാജ്യത്തുള്ള ഒരു കമ്പനി
പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഓണർഷിപ്പിലായിരിക്കും ഇവിടെ സ്റ്റാർട്ട് ചെയ്യുക. കുഴപ്പമില്ല, അത്തരം ആളുകൾക്ക് പുറത്ത് വിദേശത്ത് കമ്പനി ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടുന്ന സപ്പോർട്ടുകൾ നമ്മുടെ ബിസപ്പ് അറേബ്യ തന്നെ ഇവിടുന്ന് തന്നെ നാട്ടിൽ പോവാതെ നാട്ടിൽ ഇന്ത്യയിൽ കമ്പനി 2 വർഷം പഴക്കമുള്ള കമ്പനിയൊക്കെ അവരുടെ പേരിലേക്ക് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇവിടെ കമ്പനി തുടങ്ങാനുള്ളൊരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അവർക്ക് നാട്ടിൽ നിന്ന് പോവാതെ തന്നെ ഇവിടുന്ന് തന്നെ എല്ലാ കാര്യങ്ങളും നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഓൺലൈൻ യുഗമാണ്, എല്ലാ കാര്യങ്ങളും നമുക്ക് ഓൺലൈനിൽ കൂടി തന്നെ ചെയ്യാൻ വേണ്ടി സാധിക്കും. രണ്ടാമത് പിന്നെ സൗദി അറേബ്യയിൽ വളരെ മികച്ച ഒരു ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒഴുക്ക് ഇപ്പോൾ വരുന്നുണ്ട്. കഴിഞ്ഞ 6 മാസമായിട്ട് പുതിയ അപ്ഡേറ്റ്സ് ഇങ്ങനെ പ്രതീക്ഷിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ പുതിയ നിയമം വരട്ടെ എന്നിട്ട് കമ്പനി ആരംഭിക്കാം എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന അതേ സമയത്ത് തന്നെ സൗദിയിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റേഴ്സ് നടന്നത് ഒരു പക്ഷേ ഈ ഒരു പീരീഡിലായിരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷം ഇന്നലെ മിനിസ്ട്രി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് പുറത്തുവിട്ട കണക്ക് പ്രകാരം കഴിഞ്ഞ വർഷം 14,000 പുതിയ ഇൻവെസ്റ്റേഴ്സ് ലൈസൻസാണ് സൗദിയിൽ വിദേശി കമ്പനികളോ വിദേശി വ്യക്തികളും തുടങ്ങിയിട്ടുള്ളത്. 14,000 ലൈസൻസുകൾ. അപ്പോൾ നിങ്ങൾ ആലോചിച്ചൊക്കെ ഒരു 365 ദിവസത്തിൽ അതെ, കഴിഞ്ഞ 5 വർഷത്തെ കണക്ക് 2009 4,000 വിദേശ നിക്ഷേപ ലൈസൻസ് ഉണ്ടായിരുന്ന സ്ഥാനത്താണ് ഇന്നിപ്പോൾ ഉള്ളത് 40,000 ആണ് എന്നുള്ളത് ഈ മിനിസ്ട്രി ഓഫ് ഇൻവെസ്റ്റ്മെന്റ് അത് പുറത്തുവിട്ടുണ്ട്. ഇന്നലെ കണക്ക് പുറത്തുവിട്ടപ്പോൾ 14,000 പുതിയ ഇൻവെസ്റ്റ്മെന്റ് ലൈസൻസ് കഴിഞ്ഞ ഒരു വർഷം. അതിൽ തന്നെ കഴിഞ്ഞ 3 മാസം, അതായത് അവസാന പാദത്തിൽ ട്രേഡിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് ലൈസൻസ്, അതായത് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ മേഖലകളിൽ മാത്രം 527 ലൈസൻസുകൾ മിനിസ്റ്റർ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഏറ്റവും കൂടുതൽ വിദേശ രാജ്യങ്ങളിലുള്ള ആളുകൾ നമ്മൾ നേരത്തെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ മേഖലകളിൽ ഇവിടെ കൊടുക്കുന്ന ഗവൺമെൻറ് കൊടുക്കുന്ന ആനുകൂല്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്തരം ഇൻഡസ്ട്രിയൽ മേഖലയിലാണ് സൗദിയിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റേഴ്സ് വരുന്നത് എന്നാണ് മിനിസ്റ്റർ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് കണക്കുകൾ കാണിക്കുന്നത്. കഴിഞ്ഞ അവസാനത്തെ പാദത്തിൽ മാത്രം ആ 3 മാസ കാലയളവിൽ മാത്രം 676 ഇൻഡസ്ട്രിയൽ ലൈസൻസുകൾ സൗദി അറേബ്യ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് വലിയൊരു കണക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിദേശ കമ്പനികളുടെ ആസ്ഥാനം സൗദിയിലേക്ക് മാറ്റുക എന്നുള്ള രീതിയിൽ ഗവൺമെൻറ് വലിയ ഒരു പ്രൊമോഷൻ കൊടുക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കമ്പനികളുടെ RHQ റീജിയണൽ ഹെഡ് ക്വാർട്ടേഴ്സ് സൗദിയിലേക്ക് വന്നിട്ടുണ്ട്. 600ഓളം കമ്പനികളാണ് കഴിഞ്ഞ മാസങ്ങളിൽ സൗദിയിലേക്ക് വന്നിട്ടുള്ളത് എന്നുള്ള കണക്കും വളരെ നമുക്ക് ആവേശം പകരുന്നതാണ്. കാരണം സൗദിയുടെ ഒരു വികസനത്തിൻ്റെ പ്രതീക്ഷയാണ് ഇനി വരാൻ പോകുന്ന. ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയുന്ന ആളുകൾക്ക്, കൃത്യമായിട്ട് കണക്കുകൾ അറിയുന്ന ആളുകൾക്ക് മനസ്സിലാക്കും സൗദിയിൽ വരാൻ പോകുന്ന വികസന പ്രവർത്തനങ്ങൾ. 2034 വരുന്ന വികസനം, പിന്നെ വേൾഡ് കപ്പ്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉണ്ടാകാൻ പോകുന്ന ഒരു വലിയ വിപ്ലവകരമായ ഒരു മുന്നേറ്റം. അതുപോലെ അതിനു മുമ്പ് ഒരുപാട് സ്പോർട്സുമായിട്ട് മേഖലയിൽ ബന്ധപ്പെട്ട എല്ലാ പരിപാടികളും ഏകദേശം ഇപ്പോൾ സൗദി അറേബ്യയിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. നിയോമിലും അതുപോലെ സൗദിയിലും മൊത്തത്തിലൊക്കെ ആയിട്ടാണ് ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ 2030 പദ്ധതി പ്രകാരം വരാൻ പോകുന്ന ഒരുപാട് 2030 നമ്മൾ ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് കിടക്കുമ്പോൾ അതിൻ്റെ ഒരു വിപ്ലവകരമായ ഒരു മുന്നേറ്റം ബിസിനസ് രംഗത്തേക്ക് വിദേശികളും മറ്റുള്ള ആളുകളൊക്കെ, ബിസിനസ് നന്നായിട്ട് അറിയുന്ന ആളുകളൊക്കെ പ്രതീക്ഷിച്ചിട്ട് സൗദിയിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഈ ഒരു കഴിഞ്ഞ 3 മാസത്തെ ഒരു കണക്കുകൾ മാത്രം സൗദിൻ്റെ ഒരു മുന്നേറ്റത്തിൻ്റെ ഒരു കണക്കുകളാണ്, പ്രതീക്ഷകളുടെ കണക്കുകളാണ് കാണിക്കുന്നത്. ബിസപ്പ് അറേബ്യയുടെ ചരിത്രത്തിൽ തന്നെ നമ്മൾ കഴിഞ്ഞ തസത്തുർ ആക്കുന്ന, അതായത് ബിനാമി ഇടപാടുകൾ സ്വന്തം പേരിലേക്ക് മാറ്റുന്ന ആ ഒരു സമയം ഉണ്ടായിരുന്നു, ഒരു 3 വർഷം. അന്ന് ഉണ്ടായിരുന്നതിന് ശേഷം നമുക്ക് ഏറ്റവും കൂടുതൽ ബിസപ്പ് അറേബ്യ കമ്പനി ഫോർമേഷൻ ചെയ്തിട്ടുള്ളതും അതുപോലെ ഏറ്റവും കൂടുതൽ വിദേശികൾക്ക് കമ്പനി ഉണ്ടാക്കി കൊടുത്ത ഒരു സീസൺ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 3 മാസം അല്ലെങ്കിൽ 4 മാസം അവസാന പാദത്തിലാണ്, 2024 അവസാന പാദത്തിലാണെന്നുള്ളൊരു സന്തോഷം നമ്മളിവിടെ അറിയിക്കുകയാണ്. അതേ സമയത്ത് തന്നെ ഒരുപാട് ആളുകൾ ഇപ്പോഴും പെൻഡിങ്ങിലായിട്ട് ഇങ്ങനെ കാത്തിരുന്നിട്ട് കഴിഞ്ഞ ഒരാഴ്ചയോളമായിട്ട് നമ്മൾ നല്ല അത്യാവശ്യം ഒരുപാട് എൻക്വയറീസും ഒരുപാട് ആളുകൾ ഇൻവെസ്റ്ററായിട്ട് വരുന്നുണ്ട്. കാരണം അവർ പ്രതീക്ഷിക്കുന്ന നിയമം വന്നു. അപ്പോൾ ഇനി അതിൽ കൂടുതൽ പ്രതീക്ഷിച്ചിട്ട് ഇനിയും ഇൻവെസ്റ്റർ ആവാവുന്നതിന് വൈകിച്ചിട്ട് അവരുടെ ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാവുന്നൊരു ഡിലേ ആക്കുന്നൊരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവർ കാത്തിരുന്ന നിയമം അതിനൊരു പൂർണ്ണത വന്നിരിക്കുകയാണ്. പിന്നെ ഇതാണ് ചേഞ്ചസ്. ലൈസൻസ് ഫീസിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളില്ല. പിന്നെ വിദേശ രാജ്യത്ത് കമ്പനി വേണം എന്നുള്ള വിഷയത്തിൽ മാറ്റങ്ങളില്ല എന്നറിഞ്ഞതോടുകൂടി ഇപ്പോൾ വീണ്ടും കാത്തിരുന്ന ആളുകളൊക്കെ നമ്മളെയൊക്കെ സമീപിച്ചിട്ട് ധാരാളം ആളുകൾ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു സന്തോഷം നമ്മൾ നിങ്ങളെ അറിയിക്കുകയാണ്. പിന്നെ വിദേശി ആളുകൾക്ക് ഇപ്പോഴും ഇനി എന്താണ് ചെയ്യാനുള്ളത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഇവിടെയുണ്ട്. അതായത് ഇനി നമ്മൾ ഇപ്പോൾ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്, നമ്മൾ ആരെ സമീപിക്കണം, നമ്മൾ എങ്ങനെയാണ് ഇതിനൊരു സ്റ്റാർട്ട് ചെയ്യേണ്ടത്
എന്നുള്ളതിനുള്ളൊരു മറുപടി, സൗദിയിൽ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോഴും മുമ്പേയും ഉള്ള ഒരു നിയമം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിദേശത്ത് സൗദിയുടെ പുറത്ത് 2 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ഒരു കമ്പനി ഒരാൾക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത്തരം കമ്പനികൾ ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടുന്ന സഹകരണങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കും, നിയമപരമായി തന്നെ ചെയ്തു കൊടുക്കും. അതിനുശേഷം അങ്ങനെ ഒരു കമ്പനി ഉണ്ടെങ്കിൽ അതിൻ്റെ ഡോക്യുമെൻറ്റുകളൊക്കെ സൗദി കോൺസുലേറ്റിൽ നിന്നോ അല്ലെങ്കിൽ അപ്പോസ്റ്റൽ അറ്റസ്റ്റേഷനോ ചെയ്തിട്ട് സൗദിയിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അത്തരം സർവീസുകൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അത്തരം അറ്റസ്റ്റേഷനുകളൊക്കെ പൂർത്തിയാക്കി സൗദിയിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 2 ആഴ്ച കൊണ്ട്, കേവലം വെറും 14 ദിവസം കൊണ്ട് നമുക്ക് അവരുടെ പേരിലുള്ള കമ്പനി ഫോർമേഷൻ പൂർത്തീകരിച്ചു കൊടുക്കാനും 3-ാമത്തെ ആഴ്ചയോടുകൂടി അവരുടെ ജനറൽ മാനേജറുടെ വിസ ഇഷ്യൂവൻസും അല്ലെങ്കിൽ ഇക്കാമ ട്രാൻസ്ഫറും പ്രൊഫഷൻ ചേഞ്ചിങ്ങും അതുപോലെ ബാങ്ക് അക്കൗണ്ട് ഓപ്പണിംഗ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റും. വിസപ്പ് അറേബ്യ ചെയ്യുന്നത് വെറും കമ്പനി ഫോർമേഷനപ്പുറം, കമ്പനി ഫോം ചെയ്ത് കൊടുത്ത് അവരോട് ഗുഡ് ബൈ പറയുന്നതിനപ്പുറം നിരന്തരമായിട്ടുള്ളൊരു സേവനങ്ങളാണ് നമ്മൾ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കമ്പനി ഫോർമേഷൻ ചെയ്തതിന് ശേഷം ഒരുപാട് പോർട്ടൽ രജിസ്ട്രേഷനുകളൊക്കെ ഉണ്ട്. അത് നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ കമ്പനി CR ഇഷ്യൂ ചെയ്ത് പിറ്റേന്ന് ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് മിനിസ്ട്രി ഓഫ് ലേബറിൽ ഫയൽ ഓപ്പണിങ്, അതുപോലെ സോഷ്യൽ ഇൻഷുറൻസ്, നാഷണൽ അഡ്രസ് രജിസ്ട്രേഷൻ, കിവ പോർട്ടൽ രജിസ്ട്രേഷൻ, മുക്കീം പോർട്ടൽ രജിസ്ട്രേഷൻ പോലുള്ള എല്ലാ രജിസ്ട്രേഷനും നമുക്ക് പൂർത്തീകരിച്ച് കൊടുക്കാനും പിന്നെ എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ ഇക്കാമ ജനറൽ മാനേജറുടെ ഇക്കാമ ട്രാൻസ്ഫർ എടുത്തതിന് ശേഷം അവരുടെ പ്രൊഫഷൻ മാറ്റുന്നതോടുകൂടി അവർക്ക് ബാങ്കിൽ പോയിട്ട് ബാങ്ക് അക്കൗണ്ട് വളരെ സൗകര്യത്തോടു കൂടി ഓപ്പൺ ആക്കാനുള്ള എല്ലാ സഹായങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ PRO സർവീസ്, ഓഡിറ്റിംഗ് എല്ലാ സർവീസും. അതെ, ഇതൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കമ്പനി ഒരുപാട് ആളുകൾ നമ്മൾ വിസപ്പ് അറേബ്യയെ സംബന്ധിച്ചിടത്തോളം 2 കാറ്റഗറിയിലുള്ള ആളുകൾ നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഒന്ന് കോർപ്പറേറ്റ് കമ്പനികൾ. അൽഹംദുലില്ലാഹ് നേരത്തെ RHQൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റുന്നത് കഴിഞ്ഞ മാസങ്ങളിൽ നമുക്ക് RHQ കമ്പനി ഫോർമേഷനുമായിട്ടുള്ള ഡീലിങ്ങിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ വേണ്ടി സാധിച്ചു എന്നുള്ളത് വളരെ അഭിമാനത്തോടുകൂടി. അതായത് വിദേശത്ത് മൾട്ടിപ്പിൾ രാജ്യങ്ങളിൽ ബിസിനസ് ചെയ്യുന്ന കമ്പനികളുടെ ഹെഡ് ഓഫീസ് സൗദിയിലേക്ക് വരുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ RHQ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വർക്കുകൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിച്ചു. അത്തരത്തിലുള്ള വലിയ കോർപ്പറേറ്റ് കമ്പനികളെ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അവർക്ക് സർവീസ് ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചു. അപ്പോൾ അത്തരത്തിൽ നമുക്ക് കോർപ്പറേറ്റ് ക്ലയൻസുകളുണ്ട്. അവർക്ക് അവരുടേതായ രീതിയിൽ നമ്മൾ കൃത്യമായിട്ട് പ്രൊഫഷണലായിട്ട് നമുക്ക് അവരോട് ഇമെയിൽ ത്രൂ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ സാധാരണക്കാരായിട്ടുള്ള വിദേശികൾക്ക് സൗദിയിൽ കമ്പനി ഫോർമേഷൻ്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ. അപ്പോൾ വിദേശ കമ്പനികൾ എന്ന് പറഞ്ഞാൽ അവരൊരുപാട് മീറ്റിങ്ങുകൾ സംഘടിപ്പിച്ച് അവർ പെട്ടെന്നൊരു കമ്പനി ഫോർമേഷനിലേക്കല്ല കിടക്കുക. അവർ കൃത്യമായി പഠിച്ച് മാർക്കറ്റ് പഠിച്ച് അവരുടെ എല്ലാ സംശയങ്ങളും ഒഫീഷ്യലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് രേഖാമൂലം മാത്രമേ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള നമ്മളെല്ലാ അസിസ്റ്റൻസും നമ്മൾ കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, അവർക്ക് ഒരുപാട് ആശങ്കകളാണ്. നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പിന്നെ സൗദിൻ്റെ കഫീലിൻ്റെ കീഴിലാണ് പോകുന്നത്. അപ്പോൾ ഇനി സ്വന്തമായിട്ട് എങ്ങനെ ചെയ്യുമ്പോൾ നമുക്കത് സാധിക്കുമോ എന്നൊക്കെയുള്ള ആശങ്കകളുള്ള സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അത്തരത്തിലുള്ള ആളുകളുടെ ആശങ്കകൾ മാറ്റി അവർക്ക് ആശ്വാസം നൽകി അവരുടെ എല്ലാ സംശയങ്ങളും, ഒരുപാട് സംശയങ്ങളുണ്ടാകും, അത്തരം സംശയങ്ങളൊക്കെ ദിവസങ്ങളോളം തീർത്തു കൊടുത്തിട്ട് അവർക്ക് വേണ്ടുന്ന രീതിയിൽ ചിലപ്പോൾ അവരുടെ നിലവിലുള്ള മുസസ തന്നെ ശരിക്കാക്കിയിട്ട് മാറ്റി കൊടുക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ അതിൽ 10-50 എംപ്ലോയീസൊക്കെ ഉണ്ടെങ്കിൽ ആ എംപ്ലോയീസിനെ ട്രാൻസ്ഫർ ചെയ്യാൻ മടിച്ചിട്ടൊക്കെയാണ് ചില ആളുകൾ കമ്പനി തുടങ്ങാത്തത്. അപ്പോൾ അതൊന്നും ഒരു റിയാൽ ചിലവില്ലാതെ തന്നെ 50 ആയാലും 100 സ്റ്റാഫായാലും നമുക്ക് ആ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ CR നമ്മൾ കമ്പനി ആക്കുന്നതോടുകൂടി തന്നെ അതിലുള്ള എംപ്ലോയീസൊക്കെ നമ്മുടെ പുതിയ കമ്പനിയിലേക്ക് വരുന്ന അത്തരത്തിലുള്ള സംശയങ്ങളൊക്കെ തീർത്തു കൊടുത്ത് അത്തരം പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതുപോലെ അവരുടെ നേരത്തെ ചോദിച്ച അതേ ഡൗട്ട്, പിന്നെ കമ്പനി ഫോം ചെയ്തതിന് ശേഷം ഇപ്പോഴാണെങ്കിൽ കഫീലിൻ്റെ മക്തബൊക്കെ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇനി നമ്മൾ കമ്പനി ഫോം ചെയ്ത് ഇതിൻ്റെ ബേക്കിൽ നമ്മൾ നടക്കണ്ടേ, ബിസിനസ് നോക്കാതെ ഇതിൻ്റെ പേപ്പർ വർക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കണ്ടേ എന്നുള്ളൊരു ചോദ്യം വരും. അപ്പോൾ അവർക്ക് അതിനാശ്വാസമായിട്ട് നമ്മൾ മന്ത്ലി ബേസിൽ അവർ ഓരോ വാട്സപ്പ് ഗ്രൂപ്പ്, കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അവർ ഓരോ സമയത്തും അതാത് സമയത്ത് അവരാവശ്യപ്പെടുന്ന പ്രവർത്തനങ്ങൾ ചെയ്തു കൊടുക്കാൻ നമുക്കൊരു വലിയൊരു ടീം ഇവിടെ PRO സർവീസ് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. അതായത് സ്റ്റാഫിൻ്റെ ഇക്കാമ പുതുക്കേണ്ട സമയമാകുമ്പോൾ അവരറിയാതെ തന്നെ നമ്മൾ അവരെ അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഇന്ന് സ്റ്റാഫിൻ്റെ ഇക്കാമ ഇത്ര ദിവസത്തിനുള്ളിൽ എക്സ്പയർ ആവും, അപ്പോൾ പുതുക്കണമെന്ന് പറയും. എന്നിട്ട് അവരോട് അപ്രൂവൽ എടുത്ത് നമ്മളപ്പോൾ തന്നെ പുതുക്കി കൊടുക്കും. അതുപോലെ CR പുതുക്കി കൊടുക്കുക. അതുപോലെ പിന്നെ ഒരു കമ്പനിയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും കുറേ ഗവൺമെൻറ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകൾ ഉണ്ടാവും. അപ്പോൾ അത്തരം വർക്കുകളൊക്കെ നമ്മൾ അവർക്ക് ഫുൾ ടൈം സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്ന രീതിയിലുള്ള PRO പാക്കേജുകളും നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, അപ്പോൾ താങ്ക് യു വെരി മച്ച്. ഇതൊക്കെയാണ് വിസപ്പ് അറേബ്യയുടെ സേവനങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്ന് സുഹൈൽ പറഞ്ഞത്. അതിന് പുറമെ
സൗദിയിൽ പുതിയ നിക്ഷേപ നിയമം പ്രാബല്യത്തിൽ വന്നു. അതിൽ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം സുഹൈൽ പറഞ്ഞതുപോലെ ഫീസിൽ ഇളവ് വന്നിട്ടില്ല. നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ വിദേശത്ത് നിന്നൊരു കമ്പനി ഇവിടെ കൊണ്ടുവരണം എന്നുള്ളതിലും മാറ്റം ഇല്ല. എന്നാൽ നിങ്ങൾക്ക് ബകാല അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ് ട്രേഡിംഗ് മേഖലയിലെ സ്ഥാപനം തുടങ്ങണമെങ്കിൽ, അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് സർവീസ്, മറ്റുള്ള സർവീസ് എന്തെങ്കിലും സ്ഥാപനങ്ങൾ തുടങ്ങുന്നുണ്ടെങ്കിൽ, അത് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയൽ ലൈസൻസിൽ എന്തെങ്കിലും സ്ഥാപനം തുടങ്ങുന്നുണ്ടെങ്കിൽ ഇതിനെല്ലാം സെപ്പറേറ്റ് ലൈസൻസ് എന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. ആ നിയമം മാറി ഇനി എല്ലാം ഒരു സർട്ടിഫിക്കറ്റിൻ്റെ അണ്ടറിൽ അതിനി മിസ ലൈസൻസ് അല്ല, ഒരു സർട്ടിഫിക്കറ്റ്, ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ. അതിലേക്ക് കൂട്ടിച്ചേർക്കാനുള്ളത് പിന്നെ ഒറ്റ ലൈസൻസിൽ തന്നെ എല്ലാ ആക്ടിവിറ്റീസും ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ഉദാഹരണത്തിന് നിങ്ങൾക്ക് സർവീസ് ലൈസൻസ് ഉണ്ടെങ്കിൽ, നിലവിൽ ഓൾറെഡി സർവീസ് ലൈസൻസ് ഉണ്ടെങ്കിൽ അതിൽ ഇനി മുതൽ പിന്നെ പ്രൊഡക്ഷൻ്റെ ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് ചെയ്യാം, അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ് ചെയ്യാം, പിന്നെ റിയൽ എസ്റ്റേറ്റ് ആക്ടിവിറ്റീസൊക്കെ ചെയ്യാം, അതിനൊന്നും തടസ്സമില്ല. പക്ഷേ ആളുകൾ ഇനി സംശയത്തോടെ ചോദിക്കാൻ പോകുന്നൊരു വിഷയം ട്രേഡിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ട്രേഡിംഗ് ആക്ടിവിറ്റീസും ഇനി അങ്ങനെ സർവീസ് ലൈസൻസ് ഉള്ള ആളുകൾക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുമോ എന്നുള്ളൊരു വലിയൊരു സംശയം ഉണ്ടാവും. അതിനുള്ള ഉത്തരം നിലവിൽ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ അതിൽ ക്യാപിറ്റലിലൊന്നും ഒരു ചേഞ്ചസ് വരുത്തിയിട്ടില്ല. നിങ്ങൾക്ക് ട്രേഡിംഗ് ആക്ടിവിറ്റീസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 30 മില്യൺ ക്യാപിറ്റലാക്കിയിട്ട് നിങ്ങളുടെ നിലവിലുള്ള കമ്പനിയുടെ ക്യാപിറ്റലിനെ ഉയർത്തണം. പക്ഷേ അതോടൊപ്പം പിന്നെ സൗദിൻ്റെ പുറത്ത് നിങ്ങൾക്ക് ഓൾറെഡി ഒരു രാജ്യത്ത് കമ്പനി ഉള്ളത് കൊണ്ടാണ് നിലവിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ആയിട്ടുള്ളത്. പുറത്തൊരു വേറെ 2 രാജ്യത്തും കൂടി കമ്പനി ഉണ്ടാക്കിയിട്ട് വേണം ആ 3 രാജ്യത്തെ പ്രസൻസ് കാണിച്ചിട്ട് മാത്രമേ ട്രേഡിംഗ് ആക്ടിവിറ്റീസ് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ പ്രത്യേകിച്ച് ക്യാപിറ്റൽ റെസ്ട്രിക്ഷനിലോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ എൻറ്റിറ്റി അതിന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ ട്രേഡിംഗ് ആക്ടിവിറ്റി ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ആക്ടിവിറ്റികളും, കാരണം ബാക്കിയൊക്കെ അതിൽ താഴെ വരുന്നത്, അപ്പോൾ എല്ലാ ആക്ടിവിറ്റീസും ഒറ്റ രജിസ്ട്രേഷനിൽ ചെയ്യാം. അതേസ്ഥാനത്ത് സർവീസോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലോ ലൈസൻസ് ഉള്ള ആളുകളാണെങ്കിൽ മേലോട്ടേക്ക് പോകണമെങ്കിൽ, മീൻസ് ട്രേഡിങ്ങിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ട്രേഡിങ്ങിൻ്റെ നിയമങ്ങൾ പാലിച്ചിട്ട് വേണം ചെയ്യാൻ. അത്രയാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു. വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് പ്രിയപ്പെട്ട സുഹൈൽ ബിസപ്പ് അറേബ്യയുടെ CEO ആണ് അദ്ദേഹം നമുക്ക് വിവരങ്ങൾ തന്നത്. നേരത്തെയും ഇത് സംബന്ധമായി ഇത്തരം കാര്യങ്ങൾ വളരെ വിശദമായിട്ട് സുഹൈലിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്, ഇനിയും വരും. താങ്ക് യു വെരി മച്ച് സുഹൈൽ. വെൽക്കം.